ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധികൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് പുതിയ സീസൺ എത്രയും വേഗം ആരംഭിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സുനിൽ ഛേത്രി, കേരള ബ്ലാസ്റ്റേഴ്സ് നായകൻ അഡ്രിയാൻ ലൂണ, FC ഗോവ താരം സന്ദേശ് സിംഗൻ, മുംബൈ സിറ്റി ക്യാപ്റ്റൻ ചാന്ദ്രെ എന്നിവർ പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു. നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചകൾക്കും തങ്ങൾ ഫുട്ബോൾ താരങ്ങൾ തയ്യാറാണെന്ന് മോഹൻ ബഗാന്റെ മലയാളി താരം സഹൽ അബ്ദുൾ സമദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൂപ്പർ കപ്പിന് ശേഷം ISL നടത്താമെന്ന വാഗ്ദാനം ക്ലബ്ബുകൾക്ക് നൽകിയ ഫെഡറേഷൻ തിരിച്ചടിയായത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വാണിജ്യ അവകാശം സ്വന്തമാക്കാനായി ആരും എത്താത്തതാണ്. പുതിയ സീസന്റെ നടത്തിപ്പിന് വേണ്ടി ഫെഡറേഷൻ ടെൻഡർ വിളിച്ചിരുന്നുവെങ്കിലും വാണിജ്യ കരാർ സ്വന്തമാക്കാനായി ആരും മുന്നോട്ട് വന്നില്ല. നിലവിൽ ISLന്റെ നടത്തിപ്പ് അവകാശം FSDLനാണ് ഉള്ളതെങ്കിലും അവരുമായിട്ടുള്ള കരാർ ഈ വരുന്ന ഡിസംബറിൽ അവസാനിക്കുമെന്നിരിക്കെ അവരുമായി കരാർ പുതുക്കാൻ ഫെഡറേഷൻ തയ്യാറാകാതിരുന്നിടത്തു നിന്നാണ് ഈ പ്രതിസന്ധികൾ ആരംഭിക്കുന്നത്. നിലവിൽ ടെൻഡർ വിളിക്കാൻ ആരും എത്താത്ത സാഹചര്യം കൂടി വന്നതോടെ പ്രതിസന്ധികൾ രൂക്ഷമാകുകയും ചെയ്തു. ഡിസംബറിൽ ISL നടത്തുമെന്ന ഫെഡറേഷന്റെ വാക്ക് വിശ്വസിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ പുതിയ സൈനിങ്ങുകൾ നടത്തുകയും സൂപ്പർ കപ്പ് ടൂർണമെന്റിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷമായതോടെ ക്ലബ്ബുകളിൽ മിക്കവരും ഫസ്റ്റ് ടീം ഓപ്പറേഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതേസമയം നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കാൻ BCCI രംഗത്ത് വരണമെന്നാണ് ഈസ്റ്റ് ബംഗാളിന്റെ സീനിയർ എക്സിക്യൂട്ടീവ് മെമ്പർ തലത്തിൽ നിന്നും അഭ്യർത്ഥന ഉയർന്നിട്ടുള്ളത്. താൽക്കാലികമായി BCCI ഇന്ത്യൻ ഫുട്ബോളിനെ ഏറ്റെടുത്താൽ ഇന്ത്യൻ ഫുട്ബോൾ രക്ഷപ്പെടുമെന്നാണ് ദീദൂതാപക്ഷം പറയുന്നത്.